നമസ്കാരം. കേരളത്തിലെ UDFന്റെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അവരധികാരത്തിൽ വന്നാൽ പൊതു ആശുപത്രികളുണ്ടല്ലോ, നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗജന്യ ചികിത്സ, അത് പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടുന്ന. അത് പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടുമെന്ന് അവരുടെ പ്രകടന പത്രികയിൽ എഴുതിയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള ഈ 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, ആ 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും എത്തണമെങ്കിൽ 20,000 കോടി രൂപയോളം പ്രീമിയം കൊടുക്കേണ്ടി വരും. 20,000 കോടി പ്രീമിയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതു ആരോഗ്യ മേഖലയ്ക്ക് ചെലവിടുന്നത് 10,000 കോടി രൂപയാണ്. ആ 10,000 കോടി മുഴുവൻ ഈ സ്വകാര്യ കമ്പനികൾക്ക് വകമാറ്റി കൊടുക്കും. അങ്ങനെ സ്വകാര്യ ഇൻഷുറൻസ് മാഫിയകൾ, അന്താരാഷ്ട്ര മാഫിയകൾ, ആശുപത്രിയുടെയും സ്വകാര്യ ഇൻഷുറൻസ് മാഫിയകളും കേരളത്തിൽ വ്യാപകമായി ഇൻവെസ്റ്റ്മെന്റ് ഇറങ്ങിയിട്ടുണ്ട്. അവരാണ് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് പൂർണ്ണമായിട്ടും UDFന് നൽകുന്നത്. അവരുടെ നിർദ്ദേശമാണ് ഈ 25 ലക്ഷത്തിന്റെ കവറേജ്. നമ്മുടെ മുമ്പിലുള്ള പ്രൈമറി ആരോഗ്യ കേന്ദ്രങ്ങളില്ലേ, അത് മുഴുവൻ അടച്ചുപൂട്ടും. ആ മുഴുവൻ അടച്ചുപൂട്ടി പണ്ട് എങ്ങനെയാണോ പൊതു സ്കൂളുകൾ അടച്ചുപൂട്ടിയത്, അതുപോലെ ആരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടി അത് മുഴുവൻ സ്വകാര്യ ക്ലിനിക്കുകളും ആശുപത്രികൾക്കും ആക്കി കൊടുക്കുവരെ. അങ്ങനെ കൊടുത്തിട്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കി ആ വരുമാനം കൂടി നമ്മളെ തകർക്കുന്ന പരുവത്തിലേക്ക് എത്തും. അതായത് വലിയ ജാഗ്രത. കേരളത്തിന്റെ പൊതു വിദ്യാഭ്യാസം എങ്ങനെ മുമ്പ് തകർത്തോ അതിനേക്കാളും വലിയ രീതിയിൽ പൊതു ആരോഗ്യം തകർക്കാനാണ് ഈ വരവുന്നത്. ഈ ജാഗ്രത വേണം.